ഇടുക്കി നെടുംകണ്ടത്തിന് സമീപം ഏഴുകും വയലിൽ മാതാപിതാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ അജീഷ് നൽകിയത് അത്യന്തം വിചിത്രവും ഞെട്ടിക്കുന്നതുമായ മൊഴികളായിരുന്നു. ദൈവത്തിന്റെ അനിവാര്യമായ വിളിയാണെന്നും ദൈവം പറഞ്ഞിട്ടാണ് അച്ഛൻ ആന്റണിയെയും അമ്മ വത്സമ്മയെയും താൻ കൊലപ്പെടുത്തിയതെന്നാണ് 26-കാരനായ അജീഷ് പോലീസിനോട് പതർച്ചയില്ലാതെ പറഞ്ഞത്. മാനസിക നില തെറ്റിയ നിലയിലും കടുത്ത ലഹരിയുടെ സ്വാധീനത്തിലുമാണ് പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കി. എഴുകുംവയൽ പാറത്തറയിൽ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി 9:30-യോടെയാണ് നാടിനെ നടുക്കിയ ക്രൂരമായ ഇരട്ടക്കൊലപാതകം അരങ്ങേറിയത്. വീട്ടിനുള്ളിൽ വച്ച് മാതാപിതാക്കളുമായി വാക്കേറ്റത്തിലേർപ്പെട്ട അജീഷ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ മാരകായുധമെടുത്ത് ഇരുവരെയും ക്രൂരമായി വെട്ടുകയും കുത്തുകയും ചെയ്തു. ക്രൂരമായ ആക്രമണത്തിൽ ഇരുവരുടെയും ആന്തരിക അവയവങ്ങൾ പുറത്തുവന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ദാരുണമായ കൊലപാതകം നടത്തിയ ശേഷം യാതൊരു കുറ്റബോധവുമില്ലാതെ മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ അജീഷ് ഈ ദൃശ്യങ്ങൾ തന്റെ ബന്ധുവിന് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ കണ്ട ഭീതിയിൽ ബന്ധു ഉടൻ തന്നെ വിവരം പ്രാദേശിക ഇടവക വികാരിയെ അറിയിക്കുകയായിരുന്നു. വികാരിയും പ്രദേശവാസികളും വിവരമറിയിച്ചതിനെ തുടർന്നാണ് ദാരുണ സംഭവത്തിന്റെ വ്യാപ്തി പുറത്തറിയുന്നത്. വിവരമറിഞ്ഞ് നാട്ടുകാരും അയൽവാസികളും സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തിയെങ്കിലും രക്തം പുരണ്ട കത്തിയുമായി അക്രമാസക്തനായി നിലയുറപ്പിച്ച അജീഷിനെ കണ്ട് ആർക്കും വീട്ടിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. പ്രദേശവാസികൾക്ക് നേരെയും ഇയാൾ ഭീഷണി മുഴക്കി. തുടർന്ന് നെടുങ്കണ്ടം പോലീസ് സംഭവസ്ഥലത്തെത്തി ഏറെ പരിശ്രമിച്ചാണ് അക്രമാസക്തനായ പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പിടിച്ചെടുക്കുന്നതിനിടയിലും കീഴടക്കുന്നതിനിടയിലും അജീഷിന്റെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിക്ക് പ്രാഥമികമായ വൈദ്യസഹായം നൽകിയ ശേഷമാണ് ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിലുടനീളം ലഹരിയിൽ ആറാടിയ മാനസികാവസ്ഥയിലായിരുന്ന പ്രതി ദൈവിക സന്ദേശം ലഭിച്ചതിനാലാണ് കൊലപാതകം നടത്തിയതെന്ന യുക്തിരഹിതമായ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അജീഷ് കടുത്ത ലഹരി വസ്തുക്കൾക്കും മദ്യത്തിനും അടിമയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ദിവസവും മദ്യപിച്ചെത്തി മാതാപിതാക്കളുമായി വഴക്കിടുന്നത് ഇയാളുടെ പതിവായിരുന്നു. ലഹരിയുടെ അതിപ്രസരം മൂലം മകന്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നതോടെ മുൻപ് മാതാപിതാക്കൾ മുൻകൈയെടുത്ത ഇയാളെ ലഹരിമുക്ത കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു. ചികിത്സയ്ക്ക് ശേഷവും ലഹരി ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അജീഷ് തയ്യാറായിരുന്നില്ല. ലഹരി മരുന്നുകളുടെ ഉപയോഗം ഇയാളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെയും മാനസിക നിലയെയും ഗുരുതരമായി ബാധിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇതാണ് ദൈവത്തിന്റെ ഉത്തരവെന്ന രീതിയിലുള്ള വിചിത്രമായ തോന്നലുകളിലേക്കും മാതാപിതാക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിലേക്കും ഇയാളെ നയിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. കൊല്ലപ്പെട്ട ദമ്പതികളുടെ മറ്റൊരു മകൻ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ്. സംഭവമറിഞ്ഞ ബന്ധുക്കളും നാടൊന്നാകെയും വലിയ നടുക്കത്തിലാണ്. എന്തായാലും അജീഷിന്റെ വിചിത്രമായ മൊഴികളുടെ പശ്ചാത്തലത്തിൽ ഇയാളെ വിശദമായ വൈദ്യപരിശോധനയ്ക്കും മാനസികാരോഗ്യ വിദഗ്ധരുടെ പരിശോധനയ്ക്കും വിധേയമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു.